Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. സാർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇന്ന് കാര്യമായൊരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെയാണ് മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു ട്രേഡിംഗ് ആണ് കാണുന്നത്. 26,058 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. അതായത് 16 പോയിൻറ്റിൻ്റെ ഒരു നേരിയ നേട്ടം മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 45 പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ 59,056 എന്നൊരു നിലയിലുമാണ് നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ വലിയ കാര്യമായൊരു നേട്ടമില്ലെങ്കിൽ കൂടി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി മിഡ് ക്യാപ്പിലൊക്കെ നമുക്കൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു നേട്ടം മിഡ് ക്യാപ്പ് 100-ൽ നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല നിഫ്റ്റി 100, നിഫ്റ്റി ഇൻഡെക്സ് 50 തുടങ്ങിയ സൂചികളൊക്കെ തന്നെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സെക്ടറൽ ഇൻഡെക്സ് പെർഫിലോട്ട് വരുമ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസും കാണാൻ സാധിക്കുന്നുണ്ട്. FMCG, മീഡിയ, PSU ബാങ്ക്, ഓയിൽ തുടങ്ങിയ ആ ഒരു ഇൻഡെക്സിലൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് മെറ്റൽ, IT, റിയൽറ്റി തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെയാണ് ഇപ്പോൾ ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സുരേഷ് സാർ, ഏതായാലും നമുക്ക് കാര്യമായൊരു ഗ്ലോബൽ ക്യൂസ് ഒന്നും ഇല്ല. ഞാൻ നോക്കിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. US മാർക്കറ്റിൻ്റെ ആ ഒരു ബോക്സിംഗ് ഡേ ഒരു ട്രേഡിംഗ് എനിക്ക് തോന്നുന്നു ഹാഫ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്ലാറ്റ് ഇടിവിലൊക്കെയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പോകുന്ന ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലൊരു പുഷ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകുന്ന രീതിയിൽ വലിയൊരു ഫണ്ട് നൽകാൻ പോകുന്നു എന്നൊരു വാർത്തയൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് സാറ് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും വാർത്തകളുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വീക്കിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത്, പ്രേക്ഷകരോട്? വിഷ്ണു, ഒരു ബ്രാൻഡ് ന്യൂ വീക്കാണ്. അത് മാത്രമല്ല ഒരു ന്യൂ ഇയർ വീക്കാണെന്നുള്ളേ ഉള്ളൂ. അതായത് ജസ്റ്റ് 2 days to go അല്ലേ. 2026 വെൽക്കം ചെയ്യാൻ നമ്മളെല്ലാം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ ഒരു കാര്യം കൂടി, അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീക്കെൻഡ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് കെമിക്കൽ കമ്പനീസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും കൊണ്ടുപോയി. അതായത് ഷിപ്പ് ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ട്രംപിൻ്റെ ആക്ടിവിറ്റീസൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ആഴ്ച രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, രസകരം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഏക്കും എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അത് ലിസ്റ്റഡ് കമ്പനിയാണ്, ഏക്കും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 7,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഏതാണ്ട് 446 rupees ഉള്ള, ഏതാണ്ട് 4,100 crore ഇയർലി റവന്യൂ ഉള്ള, ഞാൻ 2025 ഫിഗറാണ് പറയണത്, അങ്ങനെ ഒരു കമ്പനിയാണ് ഏക്കും, AKUM, അതാണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രസിഡൻറ്റ്, അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ രാജ്കുമാർ ബാഫ്ന, അദ്ദേഹം, അതായത് കമ്പനി ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ ഒരു പ്രസ് റിലീസ് ഇറക്കുകയുണ്ടായി. എന്താണ് ആ പ്രസ് റിലീസ്? അവർ പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ രാജ്കുമാർ ബാഫ്ന, ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഹാസ് റിസൈൻഡ് ഫ്രം ദ കമ്പനി. അപ്പോൾ അതാണ് വിത്ത് എഫക്ട് ഫ്രം December 31st, 2025. അതായത് ന്യൂ ഇയർ മുതൽ അദ്ദേഹം ഇല്ല. ബട്ട് ട്രാൻസിഷൻ പീരീഡിൽ കമ്പനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ, അതായത് രാജ്കുമാർ ബാഫ്ന അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ എഴുതിയിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എനിക്ക് ഡൽഹിയിലെ പൊല്യൂഷൻ സഹിക്കാൻ പറ്റുന്നില്ല, ഡൽഹിയിലെ പൊല്യൂഷൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഈ ഡൽഹിയിലെ പൊല്യൂഷൻ ലെവൽസ് പറഞ്ഞാൽ വളരെ ഹൈ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് ഡൽഹിയുടെ എൻവയറോൺമെൻറ്റ് മിനിസ്റ്റർ അദ്ദേഹം മഞ്ജീന്ദർ സിംഗ് സിർസ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട്, അതായത് ഡൽഹിയിലെ ഈ പൊല്യൂഷൻ രൂക്ഷമായത് കാരണം ആക്സിഡൻറ്റ്സ് ഒരുപാട് നടക്കുന്നു എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്ത് പോലുമില്ല. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം എന്നറിയോ, നിങ്ങൾ ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് മോശമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളും അവിടുത്തെ പെൺകുട്ടികളും അവിടുത്തെ അസുഖമുള്ളവരുമൊക്കെ എങ്ങനെ ഇത് സഹിക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക, പരിതാപകരവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളത്. ബട്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഡൽഹി കൊല്ലങ്ങളായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സക്സസീവായിട്ട് വരുന്ന ഗവൺമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. വളരെ റഷായിട്ടുള്ള ഒരു തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അവിടെ പൊല്യൂഷൻ എഗെയിൻസ്റ്റ് ചെറിയ ഈ പൊളിറ്റിക്കൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതല്ലാണ്ട് വലിയ കോൺക്രീറ്റ് സ്റ്റെപ്സ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോൾ അവിടെ മഞ്ജീന്ദർ സിംഗ് സിർസ, അവിടുത്തെ എൻവയറോൺമെൻറ്റ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഇനി അങ്ങോട്ട് ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ കൊടുക്കത്തില്ല കാർസിന്, അതായത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ PUC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വെഹിക്കിൾസിന് അവർ പെട്രോൾ കൊടുക്കില്ല എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വളരെ മാൻഡേറ്ററി ആയിട്ട് വേണം എന്നുള്ളതാണ്. അതുമാത്രമല്ല ഔട്ട്സൈഡ് സ്റ്റേറ്റ്സിലുള്ള വെഹിക്കിൾസ്
ഡൽഹിയിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്ത് അവർക്ക് ഈ ഭാരത് സ്റ്റേജ് 6 അതായത് BS6 നോംസ് BS6 സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അത്രയ്ക്ക് മാത്രം അവിടെ റെസ്ട്രിക്ഷൻസ് വന്നു, പൊല്യൂഷൻ അത്രയ്ക്ക് ഇത് വന്നു. അത് ഏതാണ്ട് ഏക്കും എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഫിനാൻസ് രാജ്കുമാർ ബാഫ്ന അതിന് റിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ലെസൺ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, 2026 ഈസ് കമ്മിങ്. അപ്പോൾ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണം എന്നുള്ളതുകൊണ്ടും നിങ്ങൾക്കൊക്കെ കാറും 2 വീലേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ PUC സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനുള്ളിൽ ഏതാണ്ട് ഏപ്രിൽ 2021 എന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ മിക്കവാറും ഇപ്രാവശ്യം ഏപ്രിൽ മെയോട് കൂടിയായിരിക്കാം ഇലക്ഷൻ വരുന്നതെന്നുള്ള. അപ്പോൾ ഇലക്ഷന് മുമ്പിൽ പല ഇഷ്യൂസും നടക്കുമ്പോൾ ചിലപ്പോൾ ഈ പൊല്യൂഷൻ്റെ കാര്യമൊക്കെ ഒരു വർത്തമാനമായിട്ട് വന്നേക്കാം. അപ്പോൾ ആരുടെയെങ്കിലും വണ്ടിയിൽ, ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ല, അതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം. അപ്പോൾ ഞാനും എടുക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു, PUC സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വയ്ക്കുക എന്നുള്ളത്. കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇത്തവണ പൊല്യൂഷൻ കൂടുതലാണെന്നുള്ള വാർത്തകളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് 14 ഫ്ലോർസ് ആണ്. എൻ്റെ മുകളിലോട്ടാണ് എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നോക്കാൻ നേരത്ത് കൊച്ചി ഇപ്പോൾ ഭയങ്കര രീതിയിലൊരു മിസ്റ്റി അറ്റ്മോസ്ഫിയർ ആണ് എന്നുള്ളത്. ഇപ്പോൾ രാവിലത്തെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് തണുപ്പ് കൊണ്ടാണ്, പക്ഷേ വൈകുന്നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ആകാശം ഭയങ്കര റെഡാണ്. ഈ റെഡിഷ് ഓറഞ്ച് ആയിട്ട് ഒരു സിറ്റി സ്കേപ്പ് അല്ലെങ്കിൽ ഒരു സ്കൈ ലൈൻ നമ്മൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിറ്റി ഈസ് പൊല്യൂട്ടഡ് ആണെന്നാണ്. സിറ്റി കൂടുതൽ പൊല്യൂട്ടഡ് ആകുമ്പോൾ കൂടുതൽ ഭംഗി വരും എന്നാണ് പറയപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പൊല്യൂഷൻ നമ്മുടെ ഇവിടെയും ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ ഒരു പുതിയ മേയർ ജോയിൻ ചെയ്ത് ആ മേയറും പറയുന്നത് പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ള കാര്യം. അതിന് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയില്ലേ ശരിയാവില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇപ്പോൾ എറണാകുളമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പല സ്ഥലത്തും മാറി എല്ലാവരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. അപ്പോൾ ആ ഒരു പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എല്ലാവരും എടുത്തു വയ്ക്കാനായിട്ട് മറക്കാതിരിക്കുക എന്നുള്ള. പിന്നെ അനദർ കമ്പനി, അതായത് ഫാർമ ആൻഡ് കെമിക്കൽ കമ്പനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതായത് സിഗാച്ചി ഇൻഡസ്ട്രീസ്. ഇതും വീക്കെൻഡിൽ നടന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു 34 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ പ്രൈസ്. മാർക്കറ്റ് ക്യാപ്പ് 1300 കോടി, റവന്യൂ 488 കോടി. FY25 റവന്യൂ ആണ് ഞാനീ പറയുന്നത്. സിഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ CEO ആൻഡ് MD മിസ്റ്റർ അമിത് രാജ് സിൻഹ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കേസിൽ അക്യൂസ്ഡ് നമ്പർ 2 ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ജൂൺ 30 അവരുടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ്, തെലങ്കാനയിലുള്ള മാനുഫാക്ചറിങ് പ്ലാന്റിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഏതാണ്ട് 54 വർക്കേഴ്സ് മരിച്ചു, 33 പേര് സീരിയസ്ലി ഇഞ്ചുവേർഡായി. ഈ 54 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ 46 പേരുടെ ബോഡിയെ റിക്കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 8 പേരുടെ പ്രിസ്യൂം ടു ബി ഡെഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ കേസിൻ്റെ മുന്നോടിയായിട്ടാണ് കേസിൻ്റെ ആ ഒരു പ്രൊസീഡിങ്സ് പ്രകാരം ഇദ്ദേഹത്തെ സെക്കൻഡ് അക്യൂസ്ഡ് ആയ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അമിത് രാജ് സിൻഹെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, അതായത് ISB, നമ്മുടെ ഹൈദരാബാദുള്ള ISBയിലെ MBA ഗ്രാജുവേറ്റ് ആണെന്നുള്ളതാണ് ഈ അമിത് രാജ് സിൻഹ. 27 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഫാർമ ആൻഡ് ഫൈൻ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ R&D ഡിവിഷനിലൊക്കെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് വെരി കേപ്പബിൾ പേഴ്സൺ ആണെന്നുള്ളതാണ്. അദ്ദേഹം ഇന്ത്യൻ നേവിയുടെ ഒരു വെറ്ററനാണ്. അദ്ദേഹം മാത്രമല്ല വാർഷിപ്പിൽ ഓൺ ബോർഡ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമല്ല പല സെൻസിറ്റീവ് ഡിഫൻസ് ഇൻസ്റ്റലേഷനുകളിലും വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് വെച്ചാൽ നമ്മൾ ഈ കെമിക്കൽ കമ്പനീസ് എന്നൊക്കെ പറയില്ലേ, ഈ കെമിക്കൽ കമ്പനീസിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇസ് പ്രോൺ ടു ആക്സിഡൻറ്റ്സ്. അത് ഈ ഫയർ, എക്സ്പ്ലോഷനൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ കെമിക്കൽ കമ്പനീസ്. ഇപ്പോൾ കെമിക്കൽ കമ്പനീസൊക്കെ നമ്മൾ കണ്ണടച്ച് കയറി ഒരുപാട് അലോക്കേഷനൊക്കെ നമ്മുടെ പൈസ കൊടുക്കാൻ നേരത്ത് നമ്മൾ അതിനകത്തുള്ള റിസ്ക് ഈ പറയുന്ന പോലെ ബിസിനസ് റിസ്ക് മാത്രമല്ല, ബിസിനസ് റിസ്ക്കും മാനേജ്മെൻറ്റ് റിസ്ക്കും മാത്രമല്ല, കുറച്ച് ഹെൽത്തും ഹസാർഡസും ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പൊല്യൂഷൻ്റെ ഇഷ്യൂ ഉണ്ട്, രണ്ടാമത് ഈ പറയുന്ന പോലെ ഫയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള വളരെ സെൻസിറ്റീവാണ്. എനിക്ക് തന്നെ പണ്ട് ഞാൻ ഇതേപോലെ ഒരു കെമിക്കൽ കമ്പനി മേടിച്ചിട്ട് ആ കെമിക്കൽ കമ്പനിയുടെ ഫാക്ടറിക്ക് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് 3-4 ദിവസം സ്റ്റോക്ക് ഭയങ്കര രീതിയിൽ ഡീറേറ്റ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ ലോസ് എനിക്ക് സംഭവിച്ചാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ കെമിക്കൽ കമ്പനീസിൽ മേടിക്കാറില്ല. കാര്യം കെമിക്കൽ കമ്പനീസിൽ ഇതേപോലത്തെ റിസ്ക്കുകൾ, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ല, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്ന ന്യൂസാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കെമിക്കൽ കമ്പനീസ് മേടിച്ച് വെച്ചാലേ പൈസ കിട്ടുള്ളൂ എന്നല്ലോ, ഇഷ്ടംമാതിരി കമ്പനികളെ നമുക്ക് റിട്ടേൺ കിട്ടുമല്ലോ. അങ്ങനെയാണ് എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് കെമിക്കൽ സെക്ടർ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാരണം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. സാധാരണ നമ്മുടെ പ്രേക്ഷകർ അത് മേടിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കഴിയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കെമിക്കൽ കമ്പനീസിനും ഞാൻ മാറി നിൽക്കാറുണ്ട്. അതുമാത്രമല്ല ഫുഡ് ബേസ്ഡ് കമ്പനി, ഫുഡ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ അത് സ്നാക്സ് ആവാം,
അത് റെസ്റ്റോറൻറ്റ്സ് ആവാം, അതായത് അകത്തോട്ടെടുക്കുന്ന ഇപ്പോൾ മാഗി, നെസ്ലെ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് കമ്പനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴാണ് ഇതിനകത്തൊരു പ്രോബ്ലം വരുന്നതെന്നൊരു പിടിയില്ല. അതായത് വളരെ സെൻസിറ്റീവാണ് ഈ പറഞ്ഞ പോലെ കെമിക്കൽസ്, ഫുഡ്, ഫിനാൻഷ്യൽ കമ്പനി. അപ്പോൾ എൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിൽ ഞാൻ ഈ 3 സെക്ടറും അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കാര്യം വെച്ചാൽ അതിന് കിട്ടുന്ന ഷോക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലാണ്. ഇവരിടയ്ക്ക് പണ്ട് മാഗിയിൽ എന്തോ ഒരു സ്പ്യൂരിയസ് ആയിട്ടുള്ള മെറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ നടന്നു എന്നുള്ള. അപ്പോൾ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഒരു മേഴ്സിയിലാണ് ഇങ്ങനത്തെ ഒരു ഫുഡ് കമ്പനീസൊക്കെ നിൽക്കുന്നതെന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്നേഹവും സ്റ്റൈലും ഫാഷനും, അതായത് ചില കമ്പനികൾ മേടിക്കുന്നത് ഫാഷനബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പലരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് റിസ്ക് ഫ്രീ ആവാനായിട്ട് ഈ 3 സെക്ടറിനെ ഞാൻ അവോയ്ഡ് ചെയ്തു. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദി സെക്ടേഴ്സ് ആർ സ്റ്റോക്സ് ആർ ബാഡ്. ദേ ആർ എക്സലൻറ്റ് ബിസിനസ്, എക്സലൻറ്റ് സെക്ടേഴ്സ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് ഇതിനകത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീക്കെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീക്കെൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഈ പറയുന്ന പോലെ ഒരു അറസ്റ്റും ഒരു ഫയറിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഗ്ലോബൽ വാൾ സ്ട്രീറ്റിൽ നിന്നൊരു ക്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ S&P 500 ഗെയിൻസ് 1.4% ഫോർ ദ വീക്ക്. ലാസ്റ്റ് വീക്ക് 1.4%, അതായത് 5 വീക്കിൽ 4 വീക്കും ലാസ്റ്റ് S&P 500 പ്ലസ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദേ ആർ ജസ്റ്റ് 71. S&P 500 is just 71 points away from ലാൻഡ് മാർക്ക് ആയിട്ടുള്ള 7,000 എന്ന് പറയുന്ന ഫിഗറിനടുത്തേക്ക്. ഇപ്പോൾ S&P 500 ഞാൻ വെള്ളിയാഴ്ച നോക്കുമ്പോൾ -0.3% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.09% ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസ് 0.04% ഡൗൺ ആണ്. 3 ഇൻഡിസസും നെഗറ്റീവ് ആണെങ്കിൽ പോലും വലിയൊരു വീഴ്ചയൊന്നും ഉണ്ടായില്ല. ആ US മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ഗോ ഹൈ എന്നുള്ളത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്ക് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതുകൂടാതെ ബ്രോഡർ മാർക്കറ്റിലും നല്ല രീതിയിൽ സ്റ്റോക്സ് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഇനി ഓയിൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെറിയൊരു സ്പൈക്ക് അല്ലാതെ ഓയിൽ മാർക്കറ്റിൽ പ്രത്യേകം ഒന്നും കാണാനില്ല. കാര്യം ഇപ്പോൾ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ടോക്സിൽ വലിയ കോൺക്രീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് $61 പെർ ബാരലിൽ തന്നെ ബ്രന്റ് ക്രൂഡ്. ചൈനയുടെ ഒരു ഡിമാൻഡ് കൂടിയെന്നൊരു ചെറിയ രീതിയിലൊരു വാർത്ത ഉണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് ഈവൻ തന്നെ അതിനെ ഒരു പെൻഡുലം ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും നമുക്ക് വന്നില്ല. കാര്യം $61 പെർ ബാരൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വിത്തിൻ ലിമിറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൂടാതെ US-ന്റെ 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും സ്റ്റഡിയാണ്, വലിയ മേജർ ട്രിഗർ ഒന്നുമില്ല. 4.13% ആണ്. ഞാൻ ഗ്ലോബൽ ക്യൂസ് എന്നുള്ള രീതിയിൽ ഡോളർ ഇൻഡെക്സ് നോക്കാൻ നേരത്തും 97.96, ഏതാണ്ട് 0.07% ഡൗൺ ആണ്. അപ്പം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റീസിൽ നിന്ന് അലാമിംഗ് ആയിട്ടുള്ള ക്യൂസ് ഒന്നുമില്ല. ബട്ട് ഒറ്റ വാക്കിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ US സ്റ്റോക്സ് ആർ ഡൂയിങ് റിയലി വെൽ. നോട്ട് ഓൺലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്ക്, മറ്റുള്ള ബ്രോഡർ മാർക്കറ്റിലുള്ള മറ്റുള്ള സെക്ടേഴ്സും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യണം. ആൻഡ് US ഇസ് ഓൺ എ റോൾ. GDP ഫിഗേഴ്സും നന്നായിട്ട് വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റും കട്ട് ചെയ്യുന്നു. US കണ്ടിന്യൂസ് ഇറ്റ്സ് ഗുഡ് ഫോം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കുള്ള ഒരു ഗ്ലോബൽ ക്യൂ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് 2 സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ്. ഒന്ന് പ്രഷ്യസ് മെറ്റൽസും, പ്രഷ്യസ് മെറ്റൽസിൽ തന്നെ സിൽവറും. അതുകൂടാതെ നമ്മുടെ ഈ ഇന്ത്യൻ റുപ്പി, അതായത് ഒരു കറൻസിയുടെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള. ഇത് തന്നെയാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റിൽ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് സ്പോട്ട്ലൈറ്റ് ആയിട്ട് നമുക്ക് ഈ 2 കഥാപാത്രങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താൻ എന്നുള്ളത്. ഇപ്പോൾ പ്രഷ്യസ് മെറ്റൽസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്പോട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈയിലാണ്. അതായത് ഗോൾഡ് എന്ന് പറയുന്ന പ്രഷ്യസ് മെറ്റൽ എനിക്കൊന്ന് $4,533 പെർ ഔൺസ് എന്നുള്ള രീതിയിലേക്ക് സ്പോട്ട് ഗോൾഡ് വന്നു. ഫ്യൂച്ചേഴ്സ് ഞാനൊന്ന് നോക്കാൻ നേരത്ത് $4,559 പെർ ട്രോയ് ഔൺസിൽ ട്രേഡ് ചെയ്യണു എന്നുള്ള. അപ്പോൾ ഗോൾഡും ഇതേപോലെ റെക്കോർഡ് ഹൈയും റെക്കോർഡ് ഹൈയുടെ ചുറ്റുവട്ടത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ബട്ട് ദ റിയൽ സ്റ്റോറി ഓർ ദ റിയൽ സ്റ്റാർ സിൽവർ. ആ സിൽവറിലാണ് ഇപ്പോൾ എല്ലാവരും ഗോൾഡിൽ നിന്ന് വിട്ട കാര്യം. ഗോൾഡിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി. എന്നാൽ സിൽവർ ആണെങ്കിലോ ഈ പറയുന്ന പോലെ വില കുറഞ്ഞു നിൽക്കുന്നത്. അതായത് വില കുറഞ്ഞു നിൽക്കുന്നു പറഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 77-84 പെർ ട്രോയ് ഔൺസും 4,500 എന്ന് പറയുന്ന ഗോൾഡിന് വളരെ വലുതായിട്ടുമാണ് ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സിൽവറിനെ നോക്കുകയാണെങ്കിൽ സ്പോട്ട് സിൽവർ ഞാൻ നോക്കിയപ്പോൾ വളരെ വൈൽഡ് സ്വിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ 11% എങ്ങാണ്ട് കയറിയിരുന്നു തോന്നുന്നു അല്ലേ, 11% എങ്ങാണ്ട് കയറിയിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈ ഏതാണ്ട് $84 പെർ ഔൺസ് വരെ പോയിട്ട് $77 പെർ ഔൺസിൽ വന്ന് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. സിൽവർ ലാസ്റ്റ് 1 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 167% തന്ന ഒരു പ്രഷ്യസ് മെറ്റൽ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള
ഇതെന്ന് പറയുന്നത് അതിനകത്ത് സിൽവറിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിൽവർ നല്ല രീതിയിൽ കയറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പലരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സിൽവർ ഇത്രയും കയറി ഞാൻ കൂടുതൽ മേടിക്കണോ വിൽക്കണോ എന്നൊക്കെ പലതും ചോദിച്ചു. അപ്പം ഞാൻ പൊതുവേ ഈ സിൽവറിനും ഗോൾഡിനും എനിക്കൊന്നും പറയാനില്ല. കാര്യം വെച്ചാൽ ഈ സിൽവറും ഗോൾഡും എന്നൊക്കെ പറയുന്നത് അളക്കാൻ മാത്രം അതിനകത്തൊന്നുമില്ല. അതായത് അതൊരു ഈൽഡ് തരുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. രണ്ടാമത് അതിനൊരു ബുക്ക് വാല്യൂ ഇല്ല, അതിന് ക്യാഷ് ഫ്ലോ ഇല്ല. ഇതൊന്നും ഇല്ലാത്ത പ്രഷ്യസ് മെറ്റലാണ്. കാര്യം അതിന് നമ്മൾ എന്താണ് കണക്ക് പറയുക? ഗോൾഡ് കയറാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സിൽവർ കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറയാനുള്ള ഏക റീസൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ മേടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. കൂടുതൽ ആൾക്കാർ മേടിക്കോ ഇല്ലെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അതായത് ഒരു ഫണ്ടമെൻ്റൽസ് ഇല്ലാത്ത പ്രോഡക്റ്റാണ്. അതായത് സ്വയം ഒരു എന്താ പറയുക ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് രണ്ടും. ബട്ട് ഈവൻ ദെൻ രണ്ടും നല്ല പെർഫോമേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ബേസിക്കലി ഒരു ഡിസ്ക്ലോഷർ എന്ന രീതിയിൽ. ഐ എം നോട്ട് എൻ ഇൻവെസ്റ്റർ ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ. അതിലെനിക്ക് കിട്ടാത്തതിൽ സങ്കടവും ഇല്ല. എനിക്കിപ്പോൾ ഏതെങ്കിലും മാർക്കറ്റിൽ സ്റ്റോക്ക് മിസ്സായാലും സങ്കടമുണ്ട്. എന്നാൽ സിൽവറും ഗോൾഡിലും എനിക്ക് ഒരു റാലി മിസ്സായാലും എനിക്ക് സങ്കടമില്ല. ബിക്കോസ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ബട്ട് ഈവൻ ദെൻ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ബാഡ് അഗെയിൻ. എൻ്റെ ഒരു ഡിസ്ക്ലൈമറും ഡിസ്ക്ലോഷറും കൂടെ പറയുന്നു. അത് മേടിച്ചവർക്ക് നല്ല കാര്യം, അത് മേടിച്ച് ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല കാര്യം. ബട്ട് എല്ലാ സുഹൃത്തുക്കളോടും പ്രേക്ഷകരോടും പറയാനുള്ളത്, എന്നോട് ചോദിച്ചാൽ സിൽവറും ഗോൾഡും ഇനി മേടിക്കണോ അല്ലെങ്കിൽ വിൽക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം അതിന് ക്യാഷ് ഫ്ലോ ഇല്ല, അതിനൊരു ഈൽഡ് ഇല്ല, അതിനൊരു ബുക്ക് വാല്യൂ ഇല്ല. അതിനങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രമേ അതിനകത്തുള്ളൂ. ഇഫ് ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ സപ്ലൈ ഇറ്റ് വിൽ ഗോ അപ്പ്. ഇഫ് ഡിമാൻഡ് ഈസ് ലെസ്റ്റർ ദാൻ ദ സപ്ലൈ ഇറ്റ് വിൽ കം ഡൗൺ എന്നുള്ളത് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. സോ ഒരു ഫണ്ടമെന്റൽസും ഇല്ലാത്ത സാധനമാണ്. ചിലപ്പോൾ അത് ഇനിയും മുകളിലേക്ക് പൊയ്ക്കോളാം എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നതല്ല. ബട്ട് ഇതിനകത്ത് ഈ ഒരു മാസം തന്നെ നോക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു 40% മുകളിൽ റിട്ടേൺ തന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇടിവുണ്ടാകാനുള്ള ഒരു സാധ്യത എല്ലാവരും സാറിനോട് ചിലപ്പോൾ ചോദിച്ചത്. ചിലപ്പോൾ ഇതിപ്പോൾ ഇടിവല്ല എന്നല്ല, കൂടുതൽ മേടിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നതിൽ 80% ഞാൻ കൂടുതൽ മേടിക്കട്ടെ എന്ന് 20% സെല്ല് ചെയ്യട്ടെ എന്ന് ചോദിച്ചുള്ളൂ. ബട്ട് ഈവൻ ദാറ്റ്സ് ഫൈൻ. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെ ഇഷ്ടം എന്നുണ്ട്. ഇപ്പോൾ CME ഗ്രൂപ്പ് ഞാനിതിൽ പറയാൻ വരുന്നത് CME ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്, ലിസ്റ്റഡ് കമ്പനിയാണ് എന്നുള്ളതാണ്. അതായത് US എനിക്ക് തോന്നുന്നു $99 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനിയാണ് ഈ CME ഗ്രൂപ്പ്. ഈ CME ഗ്രൂപ്പിൻ്റെ കമ്പനി പ്രത്യേകത എന്ന് വെച്ചാൽ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പറേറ്റർ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളുടെ ലാർജസ്റ്റ് ഓപ്പറേറ്ററാണ് CME ഗ്രൂപ്പ്. ഈ CME ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന 3-4 നല്ല മേജർ ആയിട്ടുള്ളത് പറഞ്ഞാൽ നമുക്ക് പൊതുവേ മനസ്സിലാവും. അതായത് ഷിക്കാഗോ മെർക്കൻഡൈൽ എക്സ്ചേഞ്ച്, അതായത് CME എന്നാണ് പറയുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ CME ഗ്രൂപ്പാണ്. ന്യൂയോർക്ക് മെർക്കൻഡൈൽ എക്സ്ചേഞ്ച്, അതായത് നൈമെക്സ് എന്ന് പറയും നമ്മൾ, നൈമെക്സ് ക്രൂഡ് എന്ന് പറയുന്നത് NYMEX, അതേപോലെ ന്യൂയോർക്ക് മെർക്കൻഡൈൽ എക്സ്ചേഞ്ചും ഇവർ കൺട്രോൾ ചെയ്യുന്നതാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. കമോഡിറ്റി എക്സ്ചേഞ്ച് കോമെക്സ് വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് കോമെക്സ് എന്ന് പറയുന്നതും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഷിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്, അതായത് CBOT, ഇതുമൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കോമെക്സ് എന്ന് പറയുന്ന കമ്പനി, CME എന്ന് പറയുന്ന കമ്പനി. ഈ CME ഗ്രൂപ്പ് ഇപ്പോൾ സിൽവറിൻ്റെ ട്രേഡിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. പല റെസ്ട്രിക്ഷൻസും അവിടെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് വിത്ത് എഫക്ട് ഫ്രം ഡിസംബർ 29, 2025 എന്നുള്ള, അതായത് രണ്ടാമത്തെ ഇൻക്രീസ് ആണ്. അതായത് സിൽവറിൽ നമുക്കിനി ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഹൈ ആക്കിയിരിക്കുന്നു CME ഗ്രൂപ്പ്. കാര്യം CME ഗ്രൂപ്പാണ് ഈ പല കമോഡിറ്റികൾ എക്സ്ചേഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി CME ഗ്രൂപ്പാണെന്നുള്ള. അപ്പോൾ ഈ CME ഗ്രൂപ്പ് ഏതാ എന്ന് ചോദിച്ചാൽ, കാര്യം അവർ റെസ്ട്രിക്ഷൻ, കാര്യം സിൽവറിൻ്റെ ട്രേഡ് ആണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CME ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണെന്നൊന്ന് മനസ്സിലാക്കണം. പണ്ട് ഹണ്ട് ബ്രദേഴ്സിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇതേ CME ഗ്രൂപ്പിൻ്റെ ആക്ഷൻ കാരണമാണ് ഹണ്ട് ബ്രദേഴ്സിൻ്റെ സിൽവർ ട്രേഡ് പൊളിഞ്ഞു പോയെന്നുള്ള. അതും ഇത് തന്നെയാണ്. അതായത് മാർജിൻ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു, ലോൺ എടുത്ത് മേടിക്കാൻ പറ്റൂല എന്നുള്ള ഒരു റൂള് വന്നു. അതുമാത്രമല്ല സിൽവർ കോൺട്രാക്ട്സ് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പുതിയതായിട്ട് ബൈയിങ് മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ അന്ന് 1980 ജാനുവരിയിൽ ഈ CME ഗ്രൂപ്പ് കൊണ്ടുവന്ന ആ ഒരു റെഗുലേഷനിലാണ് സിൽവർ പ്രൈസസ് ക്രാഷ് ആയതും ഹണ്ട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് സിൽവറിൽ സ്പെക്കുലേറ്റ് ചെയ്ത 2 ബ്രദേഴ്സിൻ്റെ ഒരു കഥ തന്നെയുണ്ട്. ഞാനത് സിൽവർ ഒന്ന് ലൈം ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സ്പോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ബട്ട് ഈവൻ ദെൻ നമുക്ക് ഓരോ പ്രേക്ഷകരും പുതിയതായിട്ട് വരുന്നവരും ഉണ്ട് എന്നുള്ള, അപ്പോൾ സിൽവറിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ ഹണ്ട് ബ്രദേഴ്സിൻ്റെ കഥയൊന്ന് മനസ്സിലാക്കി വെക്കുക. സിൽവറിൻ്റെ കൂടെ എന്നുള്ള, നമ്മൾ സിൽവറിൻ്റെ പ്രൈസ് മാത്രം, കാര്യം സിൽവറിന് ഫണ്ടമെൻ്റൽസ് ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അതിന് പക്ഷേ എല്ലാവരും പറയുന്നത് അത് 2 രീതിയിലാണ് ഉപയോഗപ്പെടുന്നത്. ഒന്ന് പ്രഷ്യസ് മെറ്റൽ ഓർണമെൻറ്റും ജ്വല്ലറി ഒക്കെ ആക്കുകയും ചെയ്യാം. ഇറ്റ് ഈസ് എ സ്റ്റോർ ഓഫ് വാല്യൂ ആസ് വെൽ ആസ് ഇസ് എൻ ഇൻഡസ്ട്രിയൽ മെറ്റൽ. കാര്യം എന്താ, ഇപ്പോൾ പറയുന്ന ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസിലൊക്കെ ഇത് ഇഷ്ടംമാതിരി വേണമെന്നുള്ള. ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല.
സിൽവർ നന്നായിട്ടും പെർഫോം ചെയ്തു, ഇനിയും പെർഫോം ചെയ്തേക്കാം, എനിക്കറിയില്ല. ബട്ട് ഹണ്ട് ബ്രദേഴ്സിൻ്റെ കഥയൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതായത് 2 ബ്രദേഴ്സ്, നെൽസൺ ബങ്കർ ഹണ്ട് ആൻഡ് വില്യം ഹെർബർട്ട് ഹണ്ട്, ഇങ്ങനെ ഒരു 2 എന്താ പറയുക ഹണ്ട് ബ്രദേഴ്സ്. അതായത് എനിക്ക് തോന്നുന്നു HL ഹണ്ട് എന്നാണ് ഫാദറിൻ്റെ പേര്. അദ്ദേഹം US വലിയൊരു ഓയിൽ ട്രേഡറാണ്. ഓയിൽ ട്രേഡ് ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് പൈസയുള്ള ഒരു വെൽത്തി ഫാമിലിയാണ്. ഒരു ഓയിൽ എംപയറിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ പറയുന്നത് നെൽസൺ ഹണ്ടും വില്യം ഹണ്ടും. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. അവർ അതായത് 1973 കാലഘട്ടത്തിൽ 1970കളുടെ തുടക്കത്തിൽ ഈ ഹണ്ട് ബ്രദേഴ്സ് സിൽവർ ഭയങ്കരമായിട്ട് മേടിച്ചിരുന്നു. സിൽവർ മേടിച്ചത് എന്താ, അന്ന് അമേരിക്കൻ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഉയർന്നു. അതുമാത്രമല്ല ഡോളർ ഭയങ്കരമായിട്ട് വീക്കാവുന്നു. പിന്നെ ഈ പേപ്പർ കറൻസിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് പോകുന്നു എന്നുള്ള കാരണത്താലാണ് അവരന്ന് സിൽവർ മേടിച്ച് കൂട്ടിയത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർ സിൽവർ മേടിച്ചു, ഗോൾഡ് മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഓൾറെഡി എക്സ്പ്ലോഡ് ചെയ്ത് ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു. അത് കാരണം അവർ ഗോൾഡ് മേടിച്ചില്ല എന്നുള്ളതാണ്. ആ ഗോൾഡിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഗോൾഡ് കയറിപ്പോയി, അല്ലെങ്കിൽ ഗോൾഡ് എന്തുകൊണ്ടാണ് 1970കളിൽ 70ൻ്റെ തുടക്കം 71 എന്തുകൊണ്ട് ഗോൾഡ് ഇത്രയും കയറിപ്പോയി. ആ കയറിപ്പോയത് കാരണമാണ് ഇവർ സിൽവറിലേക്ക് വന്നത്. കാര്യം ഗോൾഡിൻ്റെ വില കൂടി ഒന്ന്, രണ്ടാമത് ഗോൾഡ് ഇത്തിരി എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു, ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററിംഗ് ഒക്കെ കൂടിയപ്പോൾ ഇവർ ഗോൾഡിൻ്റെ പുറകെ പോയില്ല. കാര്യം ഗോൾഡ് ഓൾറെഡി കയറി. അപ്പോൾ ഗോൾഡിനെ കമ്പയർ ചെയ്ത് സിൽവർ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവർ പോയത്. കാര്യം ഇൻഫ്ലേഷൻ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പറയുന്ന പോലെ വീക്ക് US ഡോളറാണ്, വാല്യൂ ഓഫ് പേപ്പർ കറൻസി പോയി, അത് കാരണം ഗോൾഡും കൈവിട്ട് പോയി, നമുക്കിനി സിൽവറിൽ ട്രേഡ് ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുത്തു. എന്തുകൊണ്ട് 70കളിലെ തുടക്കത്തിൽ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറിയെന്ന് വെച്ചാൽ അത് വേറൊന്നുമല്ല, ഈ വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് 1944 ഗ്ലോബൽ എക്കണോമിയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അമേരിക്കയും 44 അലൈഡ് നേഷൻസ്, അതായത് 44 അലൈഡ് നേഷൻസ് എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഗ്ലോബൽ ട്രേഡ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടും കറൻസീസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ അവരുടെ ആ രാജ്യങ്ങളുടെ കറൻസിയെ US കറൻസിയായിട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി, US കറൻസി അതായത് US ഡോളേഴ്സിന് ഗോൾഡായിട്ട് ഫിക്സ് ചെയ്തു. അതായത് ഒരു ഔൺസ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് $35. അതായത് $35 കൊടുത്തു കഴിഞ്ഞാൽ 1 ഔൺസ് ഓഫ് ഗോൾഡ് കിട്ടും എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചു. അതായത് 35 എന്ന് പറഞ്ഞാൽ 36 ഇല്ല, 35 എന്ന് പറഞ്ഞാൽ 34 ഇല്ല, 35 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫിക്സ് ചെയ്ത് അങ്ങനെ വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള 1941 ശേഷം 1971 വരെ അങ്ങനെയായിരുന്നു പോയത്. അപ്പോൾ എന്തായിരുന്നു, US ഡോളേഴ്സ് വാസ് പെഗ്ഡ് അഗെയിൻസ്റ്റ് ഗോൾഡ്, മറ്റുള്ള കൺട്രികളുടെ കറൻസി വാസ് പെഗ്ഡ് അഗെയിൻസ്റ്റ് US കറൻസി. ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്ലോബൽ ട്രേഡ് ഒന്ന് എന്താ പറയുക നന്നാക്കാൻ വേണ്ടിയിട്ടും കറൻസികളൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടും. ഈ ഒരു പ്രക്രിയ 1971 വരെ പോയി എന്നുള്ളതാണ്. ബട്ട് ഈ 1960 കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് പറ്റിയൊരു പ്രശ്നം വെച്ചാൽ വിയറ്റ്നാം വാറിൽ ഭയങ്കരമായിട്ടൊരു അടി കിട്ടിയെന്ന് മാത്രമല്ല ഒരുപാട് സ്പെൻഡിങ് വിയറ്റ്നാം വാറിന് വേണ്ടി ചെയ്യേണ്ടി വന്നു. അതിനെ റിലേറ്റ് ചെയ്ത് അമേരിക്കയിലും അല്ലാണ്ട് ഈ വാർ വെറ്ററൻസിനും ഇവരുടെ വാറിൻ്റെ ഫാമിലീസിനും ഒക്കെ നല്ല രീതിയിൽ വെൽഫെയർ പ്രോഗ്രാംസൊക്കെ കൊടുത്തിട്ട് അമേരിക്ക നല്ല രീതിയിലൊരു സ്പെൻഡിങ് വന്നു എന്നുള്ള. അപ്പോൾ ആ സ്പെൻഡിങ് ഒന്ന് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു, ഇവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡും ഡോളേഴ്സും തമ്മിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ഡോളർ ഉണ്ടാവണം, അമേരിക്കയുടെ എത്ര ഡോളർ ഉണ്ടാവണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡാണ്. പക്ഷേ ഇത്രയും എക്സ്പെൻസ് വന്നപ്പോൾ അമേരിക്ക എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ ബിഗാൻ ടു പ്രിൻറ്റ് ഒരുപാട്. നമ്മൾ ഈ പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ ഡോളേഴ്സ് പ്രിൻറ്റ് ചെയ്തു. അതായത് ഗോൾഡിൻ്റെ കണക്കല്ലാതെ ആ കണക്കിന് അപ്പുറത്തേക്ക്, അതായത് ആ ഫണ്ടമെൻ്റൽസിനെ മറികടന്നുകൊണ്ട് ഇവരുടെ എക്സ്പെൻസസും ഇവരുടെ വെൽഫെയർ പ്രോഗ്രാംസും ഈ വാർ എക്സ്പെൻസസും ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡോളർ അവർ പ്രിൻറ്റ് ചെയ്ത് ഒരു ലെവലായപ്പോൾ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും ഈ പറയുന്ന പോലെ അവർക്ക് US കറൻസി വേണ്ട, US ഡോളേഴ്സ് വേണ്ട, പകരം ഗോൾഡ് കൊടുത്താൽ മതി എന്നായി. കാര്യം വെച്ചാൽ US കറൻസിയിലുള്ള ഒരു വിശ്വാസം ചെറുതായിട്ട് നഷ്ടപ്പെട്ടു. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഗോൾഡ് മതി എന്നാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ US വലിയൊരു പ്രോബ്ലമായി. അതായത് അവരെന്താ കണക്ക് വെച്ചിരിക്കുന്നത്, $35 1 ഔൺസ് ഓഫ് ഗോൾഡ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. എല്ലാവരും ഗോൾഡ് ഡിമാൻഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ, എല്ലാ ഗോൾഡും എടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മുന്നിൽ ഇവർ വച്ച പ്രോമിസ്, അതായത്
1 ounce is equal to $35 എന്ന് പറയുന്ന ആ പ്രോമിസ് ഇവർ ബ്രേക്ക് ചെയ്ത് ഇവർക്കൊരു മാനനഷ്ടം ഉണ്ടാവേണ്ടി വരും എന്നുള്ളതുകൊണ്ട് 1971 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഗോൾഡിന്, അതായത് വി നോ ലോങ്ങർ ഈ ഡോളറും ഗോൾഡും തമ്മിലുള്ള ബന്ധത്തിന് അവിടെ ആ പെഗ്ഗിങ്ങിനെ അവസാനിപ്പിച്ച് ഗോൾഡും ഡോളറും സെപ്പറേറ്റ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ അതോടുകൂടി ഈ ഗോൾഡിനെ ഈ കറൻസിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഗോൾഡിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അതായത് ഗോൾഡ് വെറും ഒരു ഫിയറ്റ് കറൻസിയായി മാറി. അതായത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡല്ല, US ഡോളേഴ്സ് ഒരു ഫിയറ്റ് കറൻസിയായി മാറി. കാര്യം ഇത്രയും നാൾ US കറൻസിയെ ബാക്ക് ചെയ്തിരുന്നത് ഗോൾഡാണ്. അതെടുത്തു മാറ്റിയതോടുകൂടി ബാക്കിംഗ് ഇല്ലാത്ത ഒരു കറൻസിയായി US ഡോളേഴ്സും മാറി. വെറും ഒരു ട്രസ്റ്റിൻ്റെ ബേസിസിൽ മാത്രം വർക്ക് ചെയ്യുന്ന കറൻസിയായി മാറി US ഡോളേഴ്സ് 1971 ശേഷം എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ 2 എഫക്റ്റ് എന്ന് വെച്ചാൽ ഗോൾഡ് മാറിയതോടുകൂടി ഇനി ഗവൺമെൻറ്റിന് അവരുടെ ഇഷ്ടപ്രകാരം എത്ര വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം, ലാർജ് ഡെഫിസിറ്റ്സ് റൺ ചെയ്യാന്നുള്ള, അതായത് കണക്കില്ലാത്ത ഒരു കറൻസിയായി മാറി. ഒരു ബാക്കിംഗ് ഇല്ലാത്ത ഗോൾഡ് എടുത്ത് മാറ്റിയോടി ഇനി ഗോൾഡായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പ്രസിഡന്റ് നിക്സൺ പറഞ്ഞു എന്നുള്ള. അപ്പോൾ അത് കാരണം 1970 ഇതൊരു സംഭവിച്ചോടുകൂടി ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ എന്ത് ചെയ്തു, പൈസ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറി എന്നുള്ള, അതായത് മോഡേൺ കറൻസി മാർക്കറ്റ് തുടങ്ങുന്നത് ഈ പറയുന്ന പോലെ പെഗ്ഗിങ് എടുത്ത് മാറ്റുന്നതോടുകൂടിയാണ് മോഡേൺ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നതെന്നുള്ള. അപ്പം ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് US മാറിയതോടുകൂടി ഡോളർ ഭയങ്കരമായിട്ട് വീക്കൻ ചെയ്തു, ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ പൈസ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്റ്റോർ ഓഫ് വാല്യൂ ആയ ഗോൾഡിലേക്ക് പോയി. ഗോൾഡ് ഭയങ്കരമായിട്ട് അടിച്ചു കയറി. അപ്പോൾ 1970, 71, 72, 73 കാലഘട്ടങ്ങളിൽ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറുകയും പിന്നെ അതുമാത്രമല്ല ഗോൾഡ് ഓണർഷിപ്പിനെ കുറച്ചൊന്ന് ആ സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്തു. അതുമല്ല പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റായി മാറി. കാര്യം പ്രസിഡന്റ് നിക്സൺ ആണല്ലോ ഈ പെഗ് ചെയ്തിരിക്കുന്ന ഗോൾഡും ഡോളറും തമ്മിലുള്ള ആ ഒരു ബന്ധം എടുത്ത് കളഞ്ഞത്. അങ്ങനെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി ഗോൾഡ് നിൽക്കുന്ന സമയത്ത് ഹണ്ട് ബ്രദേഴ്സ് തീരുമാനിച്ചു നമുക്ക് ഗോൾഡിൽ കളിക്കണ്ട, നമുക്ക് പകരം സിൽവറിൽ കളിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഹണ്ട് ബ്രദേഴ്സ് സിൽവറിൽ ഭയങ്കരമായിട്ടുള്ള പൊസിഷൻ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം സിൽവർ വാസ് ചീപ്പർ കമ്പയർഡ് ടു ഗോൾഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ സാധാരണ സിൽവറിനെ പറയണത് എന്താ, ഗോൾഡിൻ്റെ പുവർ ആയിട്ടുള്ള കസിൻ, ഗോൾഡിൻ്റെ പാവപ്പെട്ട കസിനാണ് ഈ പറയുന്ന പോലെ സിൽവർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ സിൽവർ ഇവർ മേടിച്ചു കൂട്ടി. എന്തൊക്കെ മേടിച്ചു കൂട്ടി? ഫിസിക്കലായിട്ടുള്ള സിൽവർ ബാർസ് മേടിച്ചു കൂട്ടി. അതുമാത്രമല്ല സിൽവർ ഫ്യൂച്ചേഴ്സ് ഭയങ്കരമായിട്ട് മേടിച്ചു. ഇത് മാത്രമല്ല അവർ ബോറോ ചെയ്ത് ലോൺ എടുത്ത് വരെ അവർ സിൽവർ മേടിച്ചു എന്നുള്ള. അതായത് ഒരു കാലത്ത് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ദേ കൺട്രോൾഡ് 100 മില്യൺ ഔൺസ് ഓഫ് സിൽവർ. അതായത് ലോകത്തെ ഡെലിവറബിൾ ആയിട്ടുള്ള സിൽവറിൻ്റെ 1/3 ഈ ഹണ്ട് ബ്രദേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു വലിയൊരു സെറ്റപ്പാണ് ഇവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ആ സിൽവർ പ്രൈസിൽ ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ്, കാര്യം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണല്ലോ ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ഡിമാൻഡ്, എല്ലാ സപ്ലൈയുടെ ഭൂരിഭാഗവും ഇവർ അടക്കി പിടിച്ച് വച്ചിരിക്കുന്നു എന്നുള്ള. 1970 US ഡോളേഴ്സ് 1.5 പെർ ഔൺസ് ആയിരുന്നു സിൽവറിൻ്റെ വില. ഏതാണ്ട് 1979 ആയപ്പോഴത്തേക്കും US ഡോളേഴ്സ് 10 പെർ ഔൺസ് ആയി 79. അതായത് 10 ടൈംസോളം 9 ടൈംസ് 10 ടൈംസോളം സിൽവറിൻ്റെ പ്രൈസ് 9 കൊല്ലം കൊണ്ട് ഗ്രോ ചെയ്തു എന്ന് മാത്രമല്ല 1979 മുതൽ 1980 ജാനുവരി 1980 പറയണം, ഒരു കൊല്ലം പോലും തികച്ചില്ല, US ഡോളേഴ്സ് 50 പെർ ഔൺസ് ആയി. $10 പെർ ഔൺസിൽ നിന്ന് 50 പെർ ഔൺസ് ആയി. ഒരു കൊല്ലം 5 ടൈംസ് ആയി. അബ്സല്യൂട്ട്ലി. അങ്ങനെ ഹണ്ട് ബ്രദേഴ്സിൻ്റെ നോഷണൽ വാല്യൂ, കരുതൽ അവർ വിറ്റൊന്നുമില്ലല്ലോ, നോഷണൽ വാല്യൂ ഭയങ്കരമായിട്ട് കയറിപ്പോയി എന്നല്ല. ആ സമയത്ത് ഞാൻ ഇന്ന് പറഞ്ഞ CME ഗ്രൂപ്പ്, അതായത് ഈ പറഞ്ഞ പോലെ ഈ കോമെക്സ്, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡും ൻ്റെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന CME ഗ്രൂപ്പ് അന്ന് വന്നിട്ട് മാർക്കറ്റിൽ എമർജൻസി റൂൾസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള. അതിനെ പറയുന്നത് സിൽവർ റൂൾ 7 എന്നാണ് അതിനെ ഫേമസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം. ഹെവി റെസ്ട്രിക്ഷൻസ് ഓൺ സിൽവർ. എന്താണ്? മാർജിൻ റിക്വയർമെൻറ്റ് ഇന്നത്തെ പോലെ തന്നെ
മാർജിൻ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി. അതുമാത്രമല്ല ലിക്വിഡേഷൻ മാത്രം, അതായത് സെല്ലിംഗ് മാത്രമേ അലോ ചെയ്തുള്ളൂ പുതിയതായിട്ട് ബൈയിങ് സിൽവറിൽ. കാര്യം അവർ സ്പെക്കുലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പുതിയ റൂൾ കൊണ്ടുവരുന്നത്. പിന്നെ മൂന്നാമത് ഈ ഹണ്ട് ബ്രദേഴ്സിന് കൂടുതൽ ലോൺ കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്കുമായി. അപ്പോൾ ഈ പറയുന്ന പോലെ മാർച്ച് 27 1980 ഒരു കീ മാർജിൻ കോൾ ഈ ഹണ്ട് ബ്രദേഴ്സ് മിസ് ചെയ്തു. അവർക്ക് ആ ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതോടുകൂടി സിൽവർ ഒരു സിംഗിൾ ഡേ 50% ക്രാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് $11 പെർ ഔൺസിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഏതാണ്ട് അന്നത്തെ കാലത്ത് പറയപ്പെടുന്നത് ഇവർക്ക് ഏതാണ്ട് $1.7 ബില്യൺ 1980 $1.7 ബില്യൺ ആണ് പറയുന്നതോളം നഷ്ടം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫെഡറൽ റിസർവ് ഒക്കെ വന്നിട്ട് പിന്നെ അതിൽ വലിയ സംസാരമായി പത്രങ്ങളിലൊക്കെ വന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ബെയിൽ ഔട്ട് പാക്കേജ്, ഒരു റീസ്ട്രക്ചറിങ്. എന്തിനാ? ഈ ഹണ്ട് ബ്രദേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ പൊതുവേ ഈ ട്രേഡിങ്ങിനെ, സിൽവർ ട്രേഡിങ്ങിനെയും ബാക്കിയുള്ള അമേരിക്കൻ ഫിനാൻഷ്യൽ ഫേംസിനെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ബെയിൽ ഔട്ടൊക്കെ $1.1 ബില്യൺ ഒരു ബെയിൽ ഔട്ടൊക്കെ വന്നു. ഒരു കൺസോർഷ്യം ഓഫ് ബാങ്ക്സിനെ കൊണ്ടാണ് ഈ ബെയിൽ ഔട്ടൊക്കെ ചെയ്തതെന്നുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമിക് കൊളാപ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുത്തിട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വാൾ സ്ട്രീറ്റ് ഫേംസ് ഒക്കെ എല്ലാം തെറിച്ചു പോയനെ എന്നുള്ളതാണ്. പിന്നെ ഈ ഹണ്ട് ബ്രദേഴ്സിന് എഗെയിൻസ്റ്റ് ഒരു സിവിൽ സൂട്ടൊക്കെ വന്നു. അതായത് കോൺസ്പിറൻസി ടു മാനിപ്പുലേറ്റ് ദ സിൽവർ മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ള. പിന്നെ ഏതാണ്ട് $130 മില്യൺ കോമ്പൻസേഷൻ, അതായത് $130 മില്യൺ കോമ്പൻസേഷൻ ഒരു പെറൂവിയൻ സിൽവർ മൈനിങ് കമ്പനിക്ക് വരെ ഈ ഹണ്ട് ബ്രദേഴ്സിന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഹണ്ട് ബ്രദേഴ്സിനേക്ക് വന്നു. അതായത് കമോഡിറ്റി ട്രേഡിങ്ങിൽ നിന്ന് അവരെ ബാൻ ചെയ്തു. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കമോഡിറ്റി ട്രേഡിങ്ങിന് കൊണ്ടുവന്നു. അവസാനം ഇവർ ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താ? സിൽവറൊക്കെ നല്ലതാണ്, ചിലപ്പോൾ സിൽവർ ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകും. ബട്ട് ഹണ്ട് ബ്രദേഴ്സിൻ്റെ സ്റ്റോറി നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഹണ്ട് ബ്രദേഴ്സിൻ്റെ കോർണർ ചെയ്ത ആ ഒരു ട്രേഡിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ഇതിനകത്ത് എക്കണോമിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ വാക്ക്, വാട്ട് ഗോസ് അപ്പ് വിൽ ഹാവ് ടു ഇവൻച്വലി കം ഡൗൺ. ഒരു ബോൾ നമ്മൾ മുകളിലേക്ക് വിട്ടാലും എന്ത് സാധനം നമ്മൾ മുകളിലേക്ക് വിട്ടാലും അതൊരു പരിധി വരെ പോയിട്ട് അത് തിരിച്ചു വരിക എന്നുള്ളത് ഒരു നേച്ചറിൻ്റെ ഒരു ലോ ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു അന്ധമായിട്ട് ഇതൊക്കെ മൂവ് ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ തെറ്റാം, എങ്കിലും ഒന്ന് പറയണം എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം സിൽവർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓവറോൾഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സിൽവറിൻ്റെ ട്രേഡ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഇത് അറിഞ്ഞു വെക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഒരു റിസ്ക് മെക്കാനിസം എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹെഡ്ജിങ് മെക്കാനിസം എടുക്കാം എന്നുള്ള അല്ലാതെ ഇതിനകത്ത് ദ്രോഹമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹണ്ട് ബ്രദേഴ്സിൻ്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞത്. സിൽവർ ഈസ് ഗുഡ്, പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. മുകളിലോട്ട് പോകണമെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല കാര്യം, എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു എന്നുള്ള. ബട്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു നോളജ് എങ്കിലും പാസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഇതൊന്നുമില്ലെങ്കിൽ തന്നെ പുതിയ ഒരു ലെസൺ പഠിച്ചു എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് വരാമല്ലോ എന്നുള്ള. അപ്പോൾ കാര്യങ്ങളൊന്നും സൂക്ഷിക്കുക. ഇപ്പോൾ ഓവറോൾഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് സിൽവർ എന്നുള്ളത് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയല്ല, എനിക്കത് എത്ര കയറിയാലും എനിക്ക് അതിനകത്തൊരു വിഷമമില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഞാൻ നോക്കി വെച്ച ബിസിനസ് എനിക്ക് മിസ് ചെയ്യുകയോ മേടിക്കാൻ പറ്റാതെയോ ചെയ്തിരുന്നാൽ അതിൽ ചിലപ്പോൾ ഞാൻ സങ്കടപ്പെട്ടുന്നിരിക്കാം. ഈ പ്രഷ്യസ് മെറ്റൽസിലും കമോഡിറ്റീസിലും മെറ്റൽസിലും ഞാൻ ഒരിക്കലും നോക്കാറില്ല എന്നുള്ള ഡിസ്ക്ലൈമറും കൂടി പറയുന്നുള്ളൂ. സാറ് ഏതായാലും നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞു, നമ്മളിന്ന് സിൽവറും റുപ്പിയുമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സിൽവറിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് റുപ്പിയുടെ ഒരു വ്യൂവിലോട്ട് കടക്കാമെന്ന് കരുതുന്നു. ഇതിനകത്ത് സിൽവറും റുപ്പിയും സൂപ്പർ സ്റ്റാർസ് എന്ന് മാത്രമല്ല, ഞാൻ എന്തുകൊണ്ട് ഇതിനെ അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ ഓവർ ദ വീക്കെൻഡ് എനിക്ക് വരുന്ന പല മെസ്സേജസും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ പ്രേക്ഷകരായാലും വഴിയിൽ കാണുന്നവരായാലും ചോദിക്കുന്നത് ഈ രണ്ടിനെക്കുറിച്ചും പറയണം എന്നുള്ളത്. അതായത് റുപ്പിയെക്കുറിച്ച്, ഇപ്പോൾ സിൽവറിനെ കുറിച്ച് നമ്മൾ ഏതാണ്ട് പറഞ്ഞു, കാര്യം സിൽവറിനെ കുറിച്ച് പറയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. റുപ്പിയെക്കുറിച്ച് അവർ ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ റുപ്പി ഇങ്ങനെ ഡോളറായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്ത് 90 91 ആവുന്നതൊക്കെ ഒരു ഇക്കണോമിയെ സംബന്ധിച്ച് മോശമല്ലേ എന്നുള്ള. ഒരു കാര്യം ശരിയാണ്, അത് റുപ്പി കയറുക എന്ന് പറയുന്നത് നമുക്ക് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് എക്കണോമിക്ക് മോശമാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു കാര്യം ആലോചിക്കാം. ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇത് 1990 ഇന്ത്യയിൽ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് റുപ്പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 18 രൂപയായിരുന്നു. 18 രൂപയിൽ നിന്ന് 2014 ആയപ്പോഴത്തേക്കും
63 രൂപയായി എഗെയിൻസ്റ്റ് ഡോളർ എന്നുള്ളത്. അപ്പോൾ 18 നിന്ന് 63 വരെ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്തോരം നന്നായിട്ട് പെർഫോം ചെയ്തു, എക്കണോമി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, എന്തോരം സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് 10 times 20 times 100 times ഒക്കെ വലിയൊരു വെൽത്ത് ക്രിയേഷൻ നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത കാലഘട്ടത്തിൽ തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളത്. അതായത് 1990 18 എഗെയിൻസ്റ്റ് ഡോളർ, 2014 ഏതാണ്ട് 63 63 നിന്ന് 91 എത്തി എന്നുള്ളതാണ്. അപ്പോൾ റുപ്പിക്ക് ഈ സംബന്ധിച്ച് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്സും ഉണ്ട് മൈനസസും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ശരിയാണ്, ഈ പറയുന്ന പോലെ നമുക്ക് കാലക്രമേണ ശരിക്കും പറഞ്ഞാൽ ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രയോ കൊല്ലമായിട്ട് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു. അതിന് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനോ എക്കണോമിക്കോ വലിയ പ്രോബ്ലം ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ കറൻസി അതായത് ഇന്ത്യൻ റുപ്പി എന്തുകൊണ്ട് ഇത്രയും ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളൊരു അക്കാഡമിക് ആയിട്ടുള്ള ചോദ്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അല്ലാണ്ട് പലരും എനിക്ക് പല പ്രേക്ഷകരോടും ബഹുമാനം വന്നു വെച്ചാൽ ഇപ്പോൾ അവരത് 92 ആവോ 89 ആവോ എന്നൊന്നും ചോദിക്കുന്നില്ല. അവരതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നോളജ് മനസ്സിലാക്കി നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ കൂടെ ആയിരിക്കാം. ഒരു പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഭയങ്കര രീതിയിൽ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമ്മളും പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ റുപ്പി ഇത്രയും പറ്റിയെന്ന് വെച്ചാൽ, അതായത് ലോകത്തിൽ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മൊണ്ടൽ ഫ്ലെമിംഗ് ട്രൈലമ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. മൊണ്ടൽ ഫ്ലെമിംഗ് ട്രൈലമ അതെന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചോളം 3 കാര്യങ്ങൾ സ്വന്തം കൈപ്പടിയിൽ വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഗോൾഡി ലോക്ക് സിനാരിയോ, അതായത് അതാണ് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ സിനാരിയോ. 3 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രാജ്യത്തിനെ സംബന്ധിച്ച്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ചെയ്യാനുള്ള ആ ഒരു ബലം ഒരു രാജ്യത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അതായത് GDP ഗ്രോത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്വന്തമായി അതിനെ വേറൊരു എക്സ്റ്റേണൽ സഹായമില്ലാതെ ഈ ഡൊമസ്റ്റിക് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ മോണിറ്ററി പോളിസിയെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഒരു രാജ്യം ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് സാഹചര്യത്തിനനുസരിച്ച് സ്വയം തീരുമാനം എടുക്കാൻ പറ്റും. അബ്സല്യൂട്ട്ലി. രണ്ടാമതെന്ന് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം വെച്ചാൽ എത്രത്തോളം പൈസ ഇങ്ങോട്ട് വന്നാൽ രാജ്യത്തിലേക്ക് വന്നാൽ കുഴപ്പമില്ല, അത് നമുക്ക് ഉപയോഗിച്ച് ഇവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എക്കണോമി നന്നാക്കി ഒരുപാട് ജോബ്സ് കൊടുക്കാം. അതേപോലെ നമുക്ക് ഫോറിനിലോട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും കമ്പനികൾക്ക് മറ്റുള്ള കമ്പനികളെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ട്രാവലിൻ്റെ കാര്യത്തിൽ, അതായത് എന്തിനു വേണമെങ്കിലും പൈസ പുറത്തോട്ടും കൊണ്ടുപോവുക. അതായത് മണി കമ്മിങ് ഇൻ ആൻഡ് കമ്മിങ് ഔട്ട്, അതായത് ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധികാരം ഉണ്ടാവുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള, അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാജ്യം നന്നാവും. ആദ്യത്തെ കാര്യവും രണ്ടാമത്തെ കാര്യവും ചെയ്തു കഴിഞ്ഞാൽ രാജ്യം നന്നാവും. മൂന്നാമത്തതും ചെയ്തു കഴിഞ്ഞാൽ നന്നാവും. ഈ മൂന്നാമത്തെ അതാണ് ഇമ്പോസിബിൾ ട്രിനിറ്റി. 3 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്താ? സ്റ്റേബിൾ ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്ത്, അതായത് കീപ്പിംഗ് യുവർ കറൻസി സ്റ്റേബിൾ എഗെയിൻസ്റ്റ് അതർ കറൻസി. മേ ബി ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ US ഡോളേഴ്സ് എന്ന് പറയാം, നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുക, അധികം മൂവ്മെൻ്റ് ഇല്ലാതെ വോളറ്റിലിറ്റി ഇല്ലാത്ത നമ്മൾ വേറൊരു കറൻസി ആയിട്ട് ഒന്ന് ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ വയ്ക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ 3 കാര്യങ്ങളാണ് ട്രിനിറ്റി. ഇത് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു ഗോൾഡി ലോക്ക് സിനാരിയോ ആണ്, വിൻ സിറ്റുവേഷൻ ആണ് എന്നുള്ള. ബട്ട് ദിസ് ഈസ് കോൾഡ് ആൻ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള. അതായത് ഇതിൽ ലോ ഓഫ് എക്കണോമിക്സ് പറയുന്നത് ഈ ട്രിനിറ്റി, ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം നിങ്ങൾ കൈവിടേണ്ടി വരും എന്നുള്ളതിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് അല്ലെങ്കിൽ മണ്ടൽ ഫ്ലെമിംഗ് ട്രൈലമ എന്നുള്ള രീതിയിൽ നമ്മൾ എക്കണോമിക്സിൽ പറയുന്നത്. ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് നമുക്കത് നോക്കാം. എന്താണ് ഈ 2 കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ആ പല രാജ്യങ്ങളും 3 ട്രിനിറ്റി കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ മാത്രം ചെയ്തത്. ഇപ്പോൾ ചൈനയുടെ കാര്യം നോക്കാം. ചൈനയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസി, ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ, സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ആണെങ്കിലും ചൈന സാക്രിഫൈസ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ 3 എണ്ണത്തിൽ ട്രിനിറ്റിയിൽ ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ അവർ വേണ്ട എന്ന് വെച്ചു, അവർ സാക്രിഫൈസ് ചെയ്തു എന്ന് വെച്ചു. അതായത് യുവാൻ സ്റ്റേബിൾ ആക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുക,
യുവാൻ സ്റ്റേബിൾ ആക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ കറൻസി അവർ യുവാൻ സ്റ്റേബിൾ ആക്കുന്നത് എങ്ങനെയാണ്, അവർ ആർട്ടിഫിഷ്യലി ഡിപ്രിഷിയേറ്റ് ചെയ്ത് അണ്ടർ വാല്യൂ ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു അവരുടെ കറൻസി എന്നുള്ള കാര്യം. ചൈനയുടെ എക്കണോമിക് മോഡൽ എങ്ങനെയാണ്, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇൻസെൻറ്റീവ്സോട് കൂടി അവർക്ക് എക്കണോമിക്ക് ആവശ്യമുള്ളതിനേക്കാൾ 39 അവർ ഉണ്ടാക്കുന്ന 100 സാധനങ്ങളിൽ 39% മതി അവിടുത്തെ ജനങ്ങൾക്ക്. അതിനപ്പുറം അവർ ഉണ്ടാക്കി ചീപ്പായിട്ടുള്ള മാനുഫാക്ചറിങ് കൂടെ ലോകത്ത് ഡംപ് ചെയ്ത് ചീപ്പ് റേറ്റിന് ഡംപ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലെ കോമ്പറ്റീഷൻ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കറൻസിയെ സ്റ്റേബിളായിട്ട് ആർട്ടിഫിഷ്യൽ നോൺ ടാരിഫ് മെഷേഴ്സിൽ കൂടി അവർ യുവാനെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഓഫ് ചൈന ഈ പറയുന്ന പോലെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അവരെ സ്വമേധയാ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് കാണും. എന്നാൽ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് എന്താ, റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, മണി കമ്മിങ് ഇൻ ടു ചൈന ആൻഡ് മണി മൂവിങ് ഔട്ട് ഓഫ് ചൈന അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ട്രിനിറ്റിയിലെ 2 കാര്യങ്ങൾ പാലിച്ചു, ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തു. ദാറ്റ് വാസ് ചൈനീസ് മോഡൽ ഓഫ് ഗ്രോത്ത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഹോങ്കോങ് മോഡൽ ഓഫ് ഗ്രോത്ത്. ഹോങ്കോങ് മോഡൽ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹോങ്കോങ്ങിനെ സംബന്ധിച്ച് ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബായി മാറുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഗ്ലോബൽ ഫിനാൻഷ്യൽ അവരുടെ പ്രയോറിറ്റി സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് മാറുക എന്നുള്ള. അപ്പോൾ ഹോങ്കോങ്ങിന് എന്ത് വേണം, ഹോങ്കോങ്ങിന് സ്റ്റേബിൾ കറൻസി വേണം, സ്റ്റേബിൾ കറൻസി ആയിട്ട് നിലനിർത്തണം. അതുമല്ല ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാവണം. ഈ 2 സാധനങ്ങളും ഉണ്ടാവുമ്പോൾ അവർ മൂന്നാമത് ആ ട്രിനിറ്റിയിൽ സാക്രിഫൈസ് ചെയ്യേണ്ട ആരെയാണ്, മോണിറ്ററി പോളിസിയാണ്. അവർ മോണിറ്ററി പോളിസി എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസി സാക്രിഫൈസ് ചെയ്തിട്ട് അവർ ഹോങ്കോങ് ഡോളേഴ്സിനെ US ഡോളേഴ്സായിട്ട് പെഗ് ചെയ്ത് വെച്ചു. US ഡോളേഴ്സായിട്ട് പെഗ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഹോങ്കോങ്ങിന് ഹൈക്ക് ചെയ്യേണ്ടിയായിട്ട് വരും. ഹോങ്കോങ് റിസഷനിലാണെങ്കിൽ പോലും ചെയ്യേണ്ടി വരും എന്നുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ആ ഒരു എക്കണോമിയുടെ പ്രത്യേകത. അതാണ് മോഡൽ നമ്പർ 2. അപ്പോൾ ചൈന 3 2 സാക്രിഫൈസ് ചെയ്തു, ഹോങ്കോങ് 3 ഒരെണ്ണം സാക്രിഫൈസ് ചെയ്തു. ഇനി വരാൻ പോകുന്ന മൂന്നാമത്തെ മോഡലിലാണ് ഇന്ത്യ പെടുന്നത്. അത് US, UK, ഇന്ത്യയൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. നമ്മൾ ഇന്ത്യയുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് ഇന്ത്യ പ്രയോറിറ്റൈസ് ചെയ്യണത് എന്താ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ള. അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുള്ളതുകൊണ്ടും ഫാർമേഴ്സ് ഉള്ളതുകൊണ്ടും ബിലോ പ്രോവർട്ടി ലെവലിൽ താമസിക്കുന്നവരുള്ളതുകൊണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ, അതായത് ഇൻഫ്ലേഷൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്പോൾ ഇത് ഓൺ മോണിറ്ററി പോളിസി എന്നുള്ളത് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇന്ത്യ അലൗസ് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. കാര്യം എന്താ, ഇന്ത്യ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എന്താ, നമുക്ക് കൂടുതൽ പൈസ പുറത്തുനിന്ന് വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും വച്ചിട്ടില്ല. പുറത്തോട്ട് പോകുന്നതിന് ചെറുതായിട്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ ഒരു കറൻസിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വെച്ചാൽ ഒരുപാട് പൈസ പുറത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു, ഫാക്ടറീസ് ബൂം ചെയ്യുന്നു, ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു, എക്കണോമിക്ക് നന്നായിട്ട് പോകുന്നു, കൺസംഷൻ നന്നായിട്ട് ഉയരുന്നു എന്നുള്ള കാര്യം. ഇന്ത്യ സാക്രിഫൈസ് ചെയ്ത ട്രിനിറ്റിയിലാണ് ഫിക്സിങ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സിങ് എക്സ്ചേഞ്ച് റേറ്റ് പല കാര്യം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ 3 കാര്യങ്ങളും പാലിക്കാമെന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കൈവിട്ട് കൊടുത്തത് സാക്രിഫൈസ് ചെയ്ത് എക്സ്ചേഞ്ച് റേറ്റ് അങ്ങ് ചെയ്യുക എന്നുള്ളത്. അതായത് അലൗഡ് റുപ്പി ടു ഫ്ലക്ച്വേറ്റ്, അതായത് മാർക്കറ്റിന് റുപ്പിയുടെ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് റുപ്പിയെ അങ്ങ് തുറന്നു വിട്ടു. അതായത് ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം റുപ്പിയിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ചെയ്തില്ല. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഡോളറിന് എഗെയിൻസ്റ്റ് ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ചീറ്റിംഗ് നടത്തും. ടെമ്പററി ചീറ്റിംഗ് നടത്തുന്നത് എന്താ, കൈവിട്ട് പോവുക എന്ന് കാണുമ്പോൾ RBI വന്ന് റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നല്ലാതെ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഇതും എന്നല്ലാതെ നമുക്ക് ചെയ്യില്ല. അതായത് ഒരു റുപ്പിയെ സോഫ്റ്റ് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒരു ലാഗോടുകൂടി ബിസിനസ്സുകളും എക്കണോമിയും കൺസ്യൂമറും അതിനെ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് അതിനൊരു സമയം കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഏതാണ്ട് അറിയാം 680 മുതൽ 700 ബില്യൺ ഡോളറിൻ്റെ റിസർവ്സ് ഉണ്ട് എന്നുള്ളതാണ്. RBI ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് മാനേജ്ഡ് ഫ്ലോട്ട് എന്നുള്ള രീതിയിൽ പറയണമെന്നല്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ആ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പല കാരണങ്ങൾ കൊണ്ട് 90 പെർ ഡോളറിലേക്ക് പോയെന്നുള്ളതാണ്. ഈസ് ഇറ്റ് ബാഡ്?
ഓഫ് കോഴ്സ് ഇൻ എ സെൻസ് ഇറ്റ് ഈസ് ബാഡ്. കാര്യം വെച്ചാൽ നമ്മുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് പുറത്തുള്ളവർക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാം. കാര്യം ഡോളറിന് വില കൂടി. അപ്പോൾ നമുക്ക് അതേ കാശ് കൊണ്ട്, അവർ ഇത്രയും നാൾ ചിലവാക്കിയ കാശ് കൊണ്ട് കൂടുതൽ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാം. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അങ്ങനെ വലിയ ഒരു എന്താ പറയുക ഒരു പ്രൈസിങ് പവർ ഉള്ള ഒരു എക്സ്പോർട്ട്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കറൻസി ഇതേപോലെ ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇന്ത്യൻ കൺസ്യൂമറിനെ ഇംപ്രൂവൈസ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ്. അതായത് ലോക്കൽ കാര്യങ്ങൾ ഡിമാൻഡിനെ ഒന്ന് സപ്രസ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ മറുവശം. എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി, അതായത് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർസ്, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽ കോമ്പോണൻസ്, അല്ലെങ്കിൽ ലെതർ ഗുഡ്സ്, അപ്പാരൽസ്, ഗാർമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ കുറച്ച് കാശ് ഡോളറിൽ സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് കൂടും എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം, അതിൽ 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളെ ഒരു രാജ്യത്തിന് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പാലിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ കേസിൽ ആ കറൻസിയുടെ കേസിലാണ് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താത്തത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വൈൽഡ് മൂവ്മെൻറ്റ് നമ്മുടെ റുപ്പിയിൽ സംഭവിക്കുന്നതെന്നുള്ള. അപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം ചോദിക്കാം, ഇത് 3 കൂടെ പാലിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1997 ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാൻ കാര്യം തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം, അതായത് ദേ ട്രൈ ടു ചീറ്റ് ദ ലോ ഓഫ് എക്കണോമിക്സ്. അതിനെയാണ് നമ്മൾ ഈ ടോം യോങ് കോങ് ക്രൈസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയപ്പെടുന്നത്. അതായത് 1990 നമ്മൾ ടൈഗർ എക്കണോമി ഓഫ് ഏഷ്യ എന്നുള്ളതാണ് തായ്ലൻഡിനെ വിളിച്ചിരുന്നത്. അവരെന്ത് ചെയ്തു? അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇത് കൂടാതെ മൂന്നാമത് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ 25 ബാത്ത് ഇസ് ഈക്വൽ ടു $1 എന്നുള്ള രീതിയിൽ അവർ ഫിക്സ് ചെയ്ത് ഒരു സർട്ടനിറ്റി ഉണ്ടാക്കി എന്നുള്ള. അതുമാത്രമല്ല ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ, അതായത് അവർ വാതിൽ തുറന്നു കൊടുത്തു. എന്നിട്ട് അത് മാത്രമല്ല, അവർ ബാങ്കോക്ക് ഇൻ്റർനാഷണൽ ബാങ്കിങ് ഫെസിലിറ്റി BIBF എന്ന് പറഞ്ഞൊരു സാധനം വരെ ഉണ്ടാക്കി. അതാക്കി എത്ര പൈസ വന്നാലും പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് ഭയങ്കര രീതിയിൽ ആക്കി എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി. അതായത് ട്രിനിറ്റിയിലെ 3 കാര്യങ്ങളും ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തായ്ലൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US ഇൻട്രസ്റ്റ് റേറ്റ് 5 തൊട്ട് 6% ആണെങ്കിൽ തായ്ലൻഡിൽ 10 തൊട്ട് 12%. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂട്ടി നിർത്തി. അപ്പോൾ പൈസ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരും. കാര്യം $US ബോറോ ചെയ്യുന്നവൻ 5%-നും 6%-നും എടുത്തിട്ട് നേരെ തായ്ലൻഡിൽ കൊണ്ടുവന്ന് 10ഉം 12ഉം ഉണ്ടാക്കി ആ ബാക്കിയുള്ള ഡിഫറൻഷ്യൽ അവർ പോക്കറ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാക്കി. അപ്പോൾ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ നടന്നു. ക്യാരി ട്രേഡ് എന്നാണല്ലോ ഇതിനെ പറയുന്നത്. ഇത് തിരിച്ചു വലിക്കുന്നതിനാണ് അൺവൈൻഡിങ് ഓഫ് ക്യാരി ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയണമെന്നുള്ള. ബട്ട് കഷ്ടകാലത്തിന് എന്ത് പറ്റി? US എക്കണോമി നല്ല രീതിയിലായി, ഡോളർ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്തു എന്നുള്ള. അപ്പോൾ എന്താ, ഈ തായ് ബാത്ത് എന്ന് പറയുന്ന അവരെ കറൻസി നമ്മുടെ $, ആയിട്ട് ഗ്ലൂ ചെയ്ത് വയ്ക്കണ കാരണം തായ് ബാത്ത് ബിക്കെയിം ആർട്ടിഫിഷ്യലി എക്സ്പെൻസീവ്. അങ്ങനെ എക്സ്പെൻസ് ആയപ്പോൾ എന്ത് പറ്റി? തായിയുടെ എക്സ്പോർട്ട് കൊളാപ്സ് ചെയ്തു. കാര്യം തായ്ലൻഡിലെ കറൻസി ഭയങ്കരമായിട്ട് ചെയ്തപ്പോൾ പുറത്തുനിന്നുള്ള വേറൊരു രാജ്യത്തിന് ഈ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനിലേക്ക് വന്നു എന്ന് പറയാം. അതായത് സ്ട്രോങ് കറൻസി മെയ്ഡ് തായ്ലൻഡ് എക്സ്പോർട്ട്സ് വെരി കോസ്റ്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ ബബിള് ഭയങ്കരമായിട്ട് പോപ്പപ്പ് ചെയ്തു. ബോറോഡ് മതി, അതായത് US നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പൈസ ഉണ്ടല്ലോ, തായ്ലൻഡിലേക്ക് വന്ന പല റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്തതൊന്നും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരു ലിക്വിഡിറ്റി കിട്ടിയില്ല എന്നുള്ളത്. അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ സംഭവങ്ങളെല്ലാം കൂടെ ബബിളായി പോപ്പപ്പ് ചെയ്ത് പൊട്ടി. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ജോർജ് സോറോസിനെ പോലെയുള്ള നമ്മുടെ അഡാനി ഇഷ്യൂക്കെ ഒരു നെഗറ്റീവ് ന്യൂസ് ഇറക്കി അതിൽ ഷോർട്ട് ചെയ്ത് കാശുണ്ടാക്കുന്ന ചെന്നായ്ക്കളും ബൂൾസും, അത് നമുക്ക് കുറ്റം പറയാക്കില്ല, അതും ഒരു ടൈപ്പ് ട്രേഡ് ആണെന്നുള്ള ജോർജ് സോറോസ് ഒക്കെ കാശുണ്ടാക്കി. ആൻഡ് തായ് ബാത്ത് ക്രാഷ്ഡ് ഫ്രം 25 to 55. അപ്പോൾ ഞാനിതൊന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഈ ലോ ഓഫ് എക്കണോമിക്സിനെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രിനിറ്റി എന്ന് പറയുന്ന 3 കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന് 2 കാര്യങ്ങൾ മാത്രമേ ആ ഒബ്ലിഗേഷൻ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ എക്സാമ്പിൾ വെച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്തത് ഫിക്സിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. വി ആർ മേക്കിംഗ് അവർ റുപ്പി ടു ബി മാർക്കറ്റ് ഡിപ്പെൻഡൻറ്റ് ആൻഡ്
പ്രൈസ് ഡിസ്കവറി മെക്കാനിസം അവിടെ നടക്കാനും വേണ്ടിയിട്ട് നമ്മൾ റുപ്പിയെ തുറന്നു വിട്ടത് കാരണമാണ് നമുക്ക് ഇത് സംഭവിച്ചതെന്നുള്ളത്. കാലക്രമേണ നമ്മുടെ റുപ്പി ഡോളറിന് അഗെയിൻസ്റ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്തെങ്കിലും നമ്മുടെ മാർക്കറ്റും നമ്മുടെ എക്കണോമിയും നമ്മുടെ സ്റ്റോക്സും ബിസിനസ്സുകളും നന്നായിട്ട് പെർഫോം ചെയ്ത കാരണം നമുക്ക് നല്ലതായിട്ടൊരു വെൽത്ത് ക്രിയേഷൻ കിട്ടി എന്നുള്ള. അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം. വൈ ഇന്ത്യൻ റുപ്പി ഈസ് ക്രാഷിംഗ് അഗെയിൻസ്റ്റ് ഡോളേഴ്സ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഇമ്പോസിബിൾ ട്രിനിറ്റി എന്നുള്ള കാര്യം. അപ്പോൾ വീക്കെൻഡിൽ വന്ന 2 ചോദ്യങ്ങളും ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓവർ ടു യു വിഷ്ണു. ഏതായാലും നമ്മുടെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കും. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരൊക്കെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. സോ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സുമായി ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. Opening hours with MyFin.